ഹലോ ഫ്രണ്ട്സ്, പരിശുദ്ധ മക്കയിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ ഞങ്ങളുടെ വ്ലോഗ്. മഹത്തായ ഉംറ കർമ്മം നിർവഹിക്കാനാണ് ഞാനും പൊന്നൂസും ഫാമിലിയും ഇറങ്ങിയിട്ടുള്ളത്. പൊന്നൂസിന്റെ ഇക്കാക്ക എന്ന ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇത് ഞങ്ങൾ മക്കയിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ഒരു 45 മിനിറ്റിന്റെ റണ്ണിങ് ആണ് പരിശുദ്ധ ഹറമിലേക്കുള്ളത്. പകൽ സമയം അൺസൈക്കബിൾ ചൂടായത് കൊണ്ട് ഞങ്ങൾ അധികവും രാത്രിയാണ് ഉംറയ്ക്ക് വേണ്ടിയിട്ട് ടൈം ഷെഡ്യൂൾ ചെയ്യാറുള്ളത്. അതുമാത്രമല്ല, രാത്രികാലങ്ങളിലെ യാത്ര വളരെ മനോഹരമാണ്. സൗദി അറേബ്യയിലൂടെ മനോഹരങ്ങളായ ബിൽഡിങ്ങുകളൊക്കെ നല്ല ലൈറ്റ് ഒക്കെ വെച്ച് അലങ്കരിച്ചതും റോഡിലുള്ള വാഹനങ്ങളുടെ ലൈറ്റും എല്ലാം കൊണ്ടും നല്ല വിഷ്വൽ ഭംഗി രാത്രിയാണ് കൂടുതൽ. അത് കാരണം രാത്രി യാത്രയാണ് കൂടുതലും ഞങ്ങൾ ഇഷ്ടപ്പെടാറ്. അതുപോലെ തന്നെ ഇതാ പരിശുദ്ധ ഹറമിലുള്ള ക്ലോക്ക് ടവർ നമ്മളിങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ദൂരത്തു നിന്ന് തന്നെ നമുക്ക് ക്ലോക്ക് ടവർ ഇങ്ങനെ ദൃശ്യമായി തുടങ്ങും. നാഷണൽ ഡേ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ആയതുകൊണ്ടായിരിക്കാം റോഡൊന്നും ഒരുപാട് തിരക്കൊന്നുമില്ല. അപ്പം മക്ക ഹറമിലേക്ക് ഞങ്ങൾ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ വന്നിട്ടും ഉംറ ചെയ്തിട്ടും ഹജ്ജ് ചെയ്തിട്ടും ഒക്കെ മടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ ഇനിയും കോടാനുകോടി ജനങ്ങൾ വരാൻ ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ച് നിൽക്കുന്നവരുണ്ട്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും ഈ പരിശുദ്ധമായ ഭൂമിയിൽ വരാനും ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഒക്കെ ഉള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പം മക്കത്തേക്ക് എത്തുന്നതിന് കുറച്ച് മുൻപായിട്ട് ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരുപാട് നേരം വെയിറ്റിംഗ് ഒന്നും ഇല്ലാതെ ഞങ്ങൾ ഹറമിലേക്ക് എത്തി. അണ്ടർഗ്രൗണ്ടിൽ വണ്ടി നിർത്തിയതിനു ശേഷം ഞങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു എസ്കലേറ്റർ കയറിയാൽ നമുക്ക് പരിശുദ്ധ ഹറം ഇങ്ങനെ കണ്ണിൽ കണ്ടിങ്ങനെ മുകളിലേക്ക് കയറാം. അപ്പം പൊന്നൂസിന് നടക്കുന്ന കാര്യത്തിൽ പുള്ളിക്കാരിക്ക് കുറച്ച് അസൗകര്യമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എസ്കലേറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അൽഹംദുലില്ലാ അങ്ങനെ സുഗമമായി ഞങ്ങൾ ഹറമിന്റെ ചാരത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഉംറ കർമ്മം നിർവഹിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരുപാട് ഞാൻ വിഷ്വലിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറില്ല. ഉംറ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത് എനിക്ക് വലിയൊരു ലൈക്ക് ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം പകർത്തിയ കുറച്ച് ദൃശ്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ. ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു പുണ്യമാക്കപ്പെട്ട സ്ഥലമായതുകൊണ്ടും ഒരുപാട് ആളുകൾ വരാൻ കഴിയാതെ ഇപ്പോഴും നാട്ടിലുള്ളവരുള്ളത് കൊണ്ടും ആർക്കെങ്കിലുമൊക്കെ കാണാൻ ഇങ്ങനെയെങ്കിലും സാധിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഇതിന് ബാഡ് കമന്റ് ആയിട്ട് വരണ്ട. അപ്പോ ഞാനിത് ഒരു വലിയ സംഭവമാക്കി ചെയ്തതൊന്നുമല്ല. എനിവേ അൽഹംദുലില്ലാ കിട്ടിയൊരു ഭാഗ്യം ചെറുതായിട്ട് കാഴ്ചക്കെങ്കിലും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ എന്ന് കരുതിയിട്ട് ചെയ്തതാണ്. അപ്പം പരിശുദ്ധ കാബ ഷരീഫാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടേക്ക് നമ്മൾ അടുത്ത് ഇനി ഇൻഷാ അല്ലാഹ് ഉംറ ഒക്കെ ചെയ്തതിന്റെ ശേഷമൊക്കെ നമ്മൾ ബാക്കി ചെറിയ ചെറിയ വിഷ്വൽസ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. ഇനിയും ഒരുപാട് ഉംറകളോ ഹജ്ജോ ഒക്കെ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടാവാനും അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും ഇവിടെ വരാനും ഉംറ ചെയ്യാനും ഒക്കെ ഉള്ള ഭാഗ്യവും ഉണ്ടാവട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദുആ കൊണ്ട് ഒരുപാട് ആളുകൾ ഞങ്ങളോട് വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉംറക്ക് പോവാണെന്ന് പറഞ്ഞ സമയത്ത്. അപ്പൊ അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ വേണ്ടിയിട്ട് ഇതാ പൊന്നൂസൊക്കെ ദുആ ചെയ്യാണ്. അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടി നമ്മളോട് ദുആക്ക് പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും വേണ്ടി നീ ദുആ ചെയ്യണമെന്ന്. അതൊക്കെ മാഷാ അല്ലാഹ് എൻ്റെ പൊന്നൂസ് ചെയ്തിട്ടുണ്ട്. സന്തോഷം. അപ്പം എല്ലാം പടച്ചോൻ സ്വീകരിക്കട്ടെ, എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. ഇനി ഞാൻ കുറച്ച് വിഷ്വൽസ് അങ്ങനെ കാണിക്കാം. ഉംറ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തിരിച്ച് ക്ലോക്ക് ടവറിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചതിന്റെ ശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുന്ന വീഡിയോ ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം.